ഹലോ നമസ്കാരം. നമ്മളിപ്പോൾ ഉള്ളത് ക്രൊയേഷ്യയിലെ ഡുബ്രോവ്നിക് എന്ന് പറയുന്ന നഗരത്തിലാണ്. യൂറോപ്പിലെ പ്രശസ്തമായിട്ടുള്ള ഹീറ്റ് വേവിൻ്റെ നടുക്കാണ് നമ്മൾ ഈ നഗരത്തിലേക്ക് വരുന്നത്. അറിയാതെ വന്നപ്പെട്ടതാണ്. പക്ഷേ ഈ നഗരം നമ്മളെ ഞെട്ടിച്ച് കളഞ്ഞു കേട്ടോ. അതിമനോഹരമായിട്ടുള്ള ഒരു സ്ഥലമാണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഗെയിം ഓഫ് ത്രോൺ സീരീസിൻ്റെ പല പ്രധാന ഭാഗങ്ങളും ചിത്രീകരിച്ചിരിക്കുന്നത് ഈ നഗരത്തിലാണ് എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഒരുപാട് പുരാതന ഹിസ്റ്ററിയുള്ള ഒരു നഗരം കൂടിയാണിത്. നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് ഇവിടുത്തെ ഓൾഡ് ടൗണും അതുപോലെ തന്നെ സിറ്റി വോൾസും അതിനോട് ചേർന്നിട്ടുള്ള പല അട്രാക്ഷൻസും ഒക്കെ കാണാനായിട്ടാണ് കേട്ടോ. അങ്ങനെ നമ്മൾ സിറ്റി വോൾസിന്റെ പ്രവേശന കവാടത്തിലൂടെ അകത്തേക്ക് കയറി അവിടുത്തെ ഓരോരോ കാഴ്ചകൾ ഓരോന്നായി കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ യാത്രയിൽ നിങ്ങൾക്കും ഞങ്ങളോടൊപ്പം കൂടാം. ടൂറിസ്റ്റിൻ്റെ അതിപ്രസരമാണ്. ഒരുപാട് ആൾക്കാരാണ് ഇപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് കേട്ടോ. പക്ഷേ നല്ല ചൂടാണ്. നമ്മൾ ഇന്ത്യക്കാരായിട്ട് കൂടി നമുക്ക് ഇവിടെ സഹിക്കാൻ പറ്റുന്നില്ല. ഓക്കെ, നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് ഇതിൻ്റെ ഒരു മെയിൻ ഏരിയയിലേക്കാണ് കേട്ടോ. ഇവിടെ ഒരുപാട് റെസ്റ്റോറൻറ്റ്സും ഐസ്ക്രീം പാർലേഴ്സും ഒക്കെ ഉണ്ട്. വാവ്, കിടിലം കേട്ടോ. നമ്മളിതുവരെ യൂറോപ്പിൽ ഇതുപോലൊരു സിറ്റി കണ്ടിട്ടില്ല കേട്ടോ. എല്ലാ യൂറോപ്യൻ നഗരങ്ങളും ഒരുപോലാണെന്ന് തെറ്റിദ്ധരിച്ച ആൾക്കാരാണ് നമ്മൾ. എനിക്ക് തോന്നുന്നു ഇതൊരു ബോട്ട് റൈഡിലേക്ക് ആൾക്കാരെ കയറ്റുവാണ് കേട്ടോ. ഇവിടെ ഒരു ബോട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഇവിടെ ഒരുപാട് ഐലൻഡ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ബോട്ട് റൈഡിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് അത് മുഴുവൻ കാണാൻ പറ്റും കേട്ടോ. ബ്ലൂ കേവ്സ് ഒക്കെ ഇവിടുത്തെ സ്പെഷ്യലായിട്ടുള്ള സ്ഥലങ്ങളാണ്. ബട്ട് ദ സിറ്റി വാൾസ് ഓക്കെ ദാറ്റ് സൈഡ് ഓക്കെ യെസ് ഓക്കെ. ഇത് ഒരു ടൂറിസ്റ്റ് ഇൻഫർമേഷൻ സെൻ്റർ ആണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഒരുപാട് ബോട്ട് റൈഡ്സും പിന്നെ സംഭവങ്ങളൊക്കെ ഉണ്ട് കണ്ടോ. ഇതൊരു എനിക്കൊരു ക്രൂയിസ് പനോരമ സൺസെറ്റ് പനോരമ വ്യൂസിന് വേണ്ടിയിട്ടുള്ള ക്രൂയിസ് ടിക്കറ്റ് സെല് ചെയ്യുന്ന സ്ഥലമാണ്. അതുപോലെ തന്നെ ഐസ്ക്രീം ഐസ്ക്രീം വാങ്ങിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞപ്പോൾ ചൂടാന്ന് പേടിച്ച് വരുന്നില്ലെന്ന് പറഞ്ഞവർ വരുന്നുണ്ട് കേട്ടോ. ഓക്കെ, ഇവിടെ ചില സ്ഥലങ്ങളിൽ ഇതുപോലെ മതിലിൻ്റെ ഷെയ്ഡുണ്ട് കേട്ടോ. അപ്പം അവിടെ തണലുണ്ട്. നല്ല ഭയങ്കര മൂടോട്ടായിരുന്നു ഇവിടെ അല്ലേ? ഹാപ്പിയായി? എനിക്കൊന്ന് ഇതൊരു സ്ക്വയറാണ് കേട്ടോ. ഇവിടെ ഒരു മെയിൻ സ്ഥലം പോലെ തോന്നുന്നുണ്ട്, കാരണം ഒരുപാട് ആൾക്കാർ ഇവിടെ ഉണ്ട്. ഓക്കെ, ഇനി ഇതിൻ്റെ സിറ്റി ബോൾസിൻ്റെ ഈ ഇടയിലൂടെ ചെറിയ സ്റ്റെപ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതിനിടയിൽ ഒരുപാട് റെസ്റ്റോറൻറ്റും സംഭവങ്ങളൊക്കെ, അതായത് എങ്ങനെ ടൂറിസം ഉപയോഗിക്കണമെന്നുള്ളത് ഇവിടെ വന്നു കഴിഞ്ഞാൽ മനസ്സിലാവും. 16-ാം നൂറ്റാണ്ടിൽ പണി കഴിപ്പിച്ചിട്ടുള്ള ബിൽഡിങ്സൊക്കെയാണ് കേട്ടോ. അടിപൊളിയായിട്ട് പ്രിസർവ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതുകൊണ്ടൊരു ബാറ്. ഇതാണ് ഞാൻ പറഞ്ഞത്, ഫുള്ള് സ്റ്റെപ്പുകളാണ്. ഇവിടെ നമുക്ക് ഫാമിലിയായിട്ട് വന്നു കഴിഞ്ഞാൽ ഫാമിലിക്ക് അവിടെ ആ സ്ക്വയറിൽ വെയിറ്റ് ചെയ്തിട്ട് നമുക്കിതുപോലെ തനിയെ പോയി കാണാനേ പറ്റത്തുള്ളൂ കേട്ടോ. പിള്ളേരെയും കൊണ്ടൊന്നും പോകാൻ പറ്റത്തില്ല. ഇവിടെ ഈ പഴയ ബിൽഡിങ്ങുകൾക്കിടയിലും ഇതുപോലെ മുന്തിരിവള്ളിയും ഒക്കെ പടർത്തിയിട്ടുണ്ട് കേട്ടോ. ചൂടിന് ചെറിയൊരു ആശ്വാസം കിട്ടുന്ന രീതിയിൽ. ഇതാണ് നമ്മളിപ്പോൾ കയറി വന്ന ആ ഒരു സ്ഥലം. അപ്പോൾ ഇനി നമ്മൾ മുകളിലോട്ടാണ് പോകുന്നത്.
അതിൻ്റെ ടോപ്പിൽ നിന്നുള്ള കാഴ്ച അതിമനോഹരമായിരിക്കും കേട്ടോ. അതായത് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ആ പഴമയുടെ സൗന്ദര്യം അതുപോലെ നിലനിർത്തിയിരിക്കുകയാണ് കേട്ടോ. അതായത് പഴയ ബിൽഡിങ്സുകൾ പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുന്നതൊക്കെ ചെറിയ തേച്ച് മിനുക്കുകളൊക്കെ നടത്തി അത് അതിമനോഹരമായിട്ട് അവർ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുകയാണ്. ചില ബിൽഡിങ്സൊക്കെ റെസ്റ്റോറൻറ്റും ബാറും ഒക്കെ ആയിട്ട് കൺവേർട്ട് ചെയ്തിരിക്കുകയാണ് കേട്ടോ. ഇതുണ്ടോ പഴമയുടെ സൗന്ദര്യം. പഴയതാണെന്ന് കരുതി നമുക്ക് ഒന്നും കളയേണ്ട ആവശ്യമില്ല. ഇതുണ്ടോ ഒരു റെസ്റ്റോറൻറ്റ്, അതിന് ഒരു പെങ്കൊച്ചുകൊണ്ടിരിപ്പുണ്ട്. അതിന് തണലേകാനായിട്ട് ഈ പറയുന്ന പോലെ മുന്തിരി വള്ളികൾ പടർത്തിയാണ് കേട്ടോ അതിന് തണൽ ക്രമീകരിച്ചിരിക്കുന്നത് കേട്ടോ. വാട്ട് ആൻ ഐഡിയ കേട്ടോ. അതായത് നാച്ചുറൽ ഗ്രീനറി ഉപയോഗിച്ചിട്ട് തണൽ കൊടുത്തിരിക്കുകയാണ് കേട്ടോ. കേട്ടോ നമ്മളിപ്പോൾ ഏകദേശം അതിൻ്റെ ഒരു ടോപ്പിലോട്ട് എത്തിയിട്ടുണ്ട്. നമുക്ക് അങ്ങ് ടോപ്പ് ചെന്ന് കഴിഞ്ഞാൽ അടിപൊളി വ്യൂസ് കിട്ടും കേട്ടോ. ഇതൊരു ഹിഡൻ ജം എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. ഈ ഒരു സിറ്റി അതിമനോഹരം. അതിൻ്റെ ഇടയിൽ ദേ ഇവിടെ ഒരു ബാസ്കറ്റ് ബോൾ കോർട്ട് കേട്ടോ. യൂറോപ്യന്മാർക്കൊക്കെ നല്ല ചൂടടിച്ചിട്ട് അവർ റെസ്റ്റ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. നമ്മളെ കൊണ്ട് തന്നെ പറ്റുന്നില്ല. അപ്പോൾ അവരുടെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കൂ. വഴി തെറ്റി കേട്ടോ. അതുവഴി പോയാൽ ടോപ്പിലെത്താൻ പറ്റില്ല. സിറ്റി വോൾസിലേക്കുള്ള വഴി വേറൊരു വഴിയാണ് പുള്ളി കാണിച്ചു തന്നിരിക്കുന്നത്. എന്തായാലും ഇവിടെ എല്ലാം ഇതുപോലെ അപ്പാർട്ട്മെൻറ്റ്സ് ആണ് കേട്ടോ. ഇത് ഓൾഡ് ടൗൺ ആണ് കേട്ടോ. അതേ ഈ കാണുന്നത് കണ്ടില്ലേ ഒരു സിമ്പൽ, ഇതൊരു അപ്പാർട്ട്മെൻ്റ് ആണ്. അതുപോലെ തന്നെ ഇവിടെ എല്ലാം എയർബിഎൻബി അല്ലെങ്കിൽ ഹോട്ടൽ സ്റ്റേ ഒക്കെ ഉള്ളതാണ് കേട്ടോ. പക്ഷേ ഇവിടെ സ്റ്റേ ചെയ്യുന്നത് ഭയങ്കര എക്സ്പെൻസീവ് ആണ്. അല്ലെങ്കിൽ നമ്മൾ അഡ്വാൻസ് ആയിട്ട് ബുക്ക് ചെയ്യണം. നമ്മൾ കുറച്ച് ഓൾഡ് ടൗണിൽ നിന്ന് മാറിയാണ് നമ്മൾ ബുക്ക് ചെയ്തിരിക്കുന്നത് നമ്മുടെ അക്കോമഡേഷൻ. മുമ്പേ കാണിച്ച ആ ഒരു സ്ക്വയർ തന്നെ ഏകദേശം ഇപ്പോൾ തിരിച്ചു വന്നിരിക്കുകയാണ് കേട്ടോ. അതായത് ഈ കാണുന്ന ചെറിയ ഇടവഴികളിലൂടെയാണ് നമ്മൾ മുമ്പേ അകത്തോട്ട് പോയത്. പക്ഷേ അതിൻ്റെ ടോപ്പിൽ ചെല്ലാൻ പറ്റില്ല. അതുകൊണ്ട് അവിടെ നിന്നാണ് നമ്മൾ വന്നത്. അവിടെ ഒരു ചർച്ചുണ്ട്. അതുപോലെ തന്നെ ഈ കാണുന്നതാണ് സിറ്റി വോൾസിലേക്കുള്ള പ്രധാനപ്പെട്ട എന്താ പറയുക വഴി. ഇവിടെ എല്ലാം റെസ്റ്റോറൻറ്റും ഐസ്ക്രീം പാർലേഴ്സും സ്റ്റേയും എല്ലാം ആണ് കേട്ടോ. ഇവിടെയൊക്കെ ഇഷ്ടം പോലെ സംഭവങ്ങളുണ്ടായിരുന്നു കേട്ടോ. 3 യൂറോയ്ക്കൊക്കെ ഐസ്ക്രീം. നമ്മൾ വാങ്ങിച്ചത് 4 യൂറോ ആയിരുന്നു. അതുപോലെ തന്നെ ഇവിടെ കഴിക്കാനായിട്ട് ഫുഡ് കഴിക്കാനായിട്ട് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. പിസ്സ അല്ലെങ്കിൽ അങ്ങനെയുള്ള സംഭവങ്ങൾ എല്ലാം. എനിക്കൊന്ന് നമ്മുടെ ലിസ്റ്റിലുള്ള 2-3 അട്രാക്ഷൻസ് എല്ലാം ഇവിടെ ഓൾറെഡി കവർ ചെയ്യുന്നുണ്ട് കേട്ടോ. സിറ്റി വോൾസിനോടൊപ്പം ഓൾഡ് ടൗൺ. ഇവിടെ ഒരു ഗൈഡഡ് ടൂർ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുക കേട്ടോ. നമുക്ക് മനസ്സിലാവുന്ന ഭാഷയൊന്നുമല്ല. അതുപോലെ തന്നെ അതിന് പൈസ കൊടുത്താലേ ഉള്ളൂ അവരവിടെ നിർത്തത്തുള്ളൂ. നമ്മളിപ്പോൾ നേരെ നടന്നു വന്നു കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ എന്താ പറയുക ഇതിൻ്റെ എക്സിറ്റ് ഗേറ്റിലൂടെ പുറത്തോട്ട് വരും കേട്ടോ. ഇവിടെ ഇത് കണ്ടില്ലേ, ഈ കാണുന്നതാണ് അതിൻ്റെ ആ ഒരു സിറ്റി വോൾസ്. നമ്മൾ കാറേ വന്നപ്പോൾ കണ്ട അതേ കാഴ്ചയാണ് കേട്ടോ സിറ്റി വോൾസ്. കണ്ടോ ഇവിടെ എല്ലാം ഫുള്ള് റെസ്റ്റോറൻ്റാണ് ഈ കാണുന്നതെല്ലാം. അതായത് ഈ നഗരത്തിന് ചുറ്റും ഒരു പ്രൊട്ടക്റ്റീവ് ലെയർ പോലെ അവരുണ്ടാക്കിയെടുത്ത ഒരു മതിലാണ് കേട്ടോ. കാരണം അവിടെ പീരങ്കിക്ക് വെടിവെക്കാനുള്ള പണ്ട് കാലത്ത് അതിനുള്ള ആ ഒരു ഹോൾസൊക്കെ അവിടെ കാണാൻ പറ്റുന്നുണ്ട്. അതാണ് ഈ സിറ്റി വോൾസ് എന്ന് പറയുന്ന ഈ ഒരു സ്ഥലം കേട്ടോ. ഭയങ്കര ചൂടാണ് കേട്ടോ. ഒരു കുപ്പി വെള്ളം വാങ്ങിച്ചു, അതിന് തന്നെ 3 യൂറോ ആണ് കേട്ടോ. ഇതൊരു ഐസ്ക്രീം കടയാണ്. ഇതാണ് സിറ്റി വോൾസിൻ്റെ എൻട്രി പോയിന്റ് കേട്ടോ. ഒരാൾക്ക് 40 യൂറോ ആണ് എൻട്രി ഫീസ്. പിള്ളേർക്ക് 15 യൂറോ. തൽക്കാലം നമ്മളിത് എടുക്കുന്നില്ല കേട്ടോ. കാരണം നമ്മൾ പുറത്തുനിന്ന് നോക്കിയപ്പോൾ ഒരു കേബിൾ കാർ നമ്മളെന്തായാലും ആഫ്റ്റർനൂൺ പ്ലാൻ ചെയ്യുന്നുണ്ട്. ആ കേബിൾ കാർ പോകുന്നത് ഇതിൻ്റെ മുകളിൽ കൂടെ തന്നെയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് അതിൻ്റെ വ്യൂസും കാഴ്ചകളൊക്കെ കിട്ടും. പിന്നെ 40 യൂറോ കൊടുത്ത് വെയിൽ കൊള്ളാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് നമ്മളത് എടുക്കുന്നില്ല.
ഓക്കെ, അപ്പോൾ നമ്മൾ ഈ സിറ്റി വോൾസിൻ്റെ ഏകദേശം കാഴ്ചകളൊക്കെ കവർ ചെയ്തിട്ടുണ്ട് കേട്ടോ. സിറ്റി വോൾസിൻ്റെ മുകളിൽ കയറാൻ പറ്റിയില്ല, അത് നമ്മൾ കേബിൾ കാർ എടുക്കുമ്പോൾ കവർ ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് 12 മണിയായിട്ടുണ്ട്, ഏകദേശം ലഞ്ച് കഴിക്കാനുള്ള സമയമായിട്ടുണ്ട്. ഇനി നമുക്ക് അവരെ ഫൈൻഡ് ചെയ്തിട്ട് നമുക്ക് ഏതെങ്കിലും ഒരു നല്ല കഴിക്കാനുള്ള സ്ഥലം നോക്കി കണ്ടുപിടിച്ചിട്ട് കഴിക്കണം. നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ സ്ട്രീറ്റിൻ്റെ പേര് സ്ട്രാഡുൺ എന്നാണ് കേട്ടോ. സ്ട്രാഡുൺ, അതായത് 11ാം നൂറ്റാണ്ടിൽ നിർമ്മിച്ചിരിക്കുന്ന എന്താ പറയുക, ലൈം സ്റ്റോൺ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന ഒരു പാതയാണ്. 300 മീറ്ററാണ് ഏകദേശം ഇതിൻ്റെ ഒരു നീളം. നമ്മളിപ്പോൾ ഏകദേശം അതിൻ്റെ ഒരു നടുഭാഗത്താണ് നിൽക്കുന്നത് കേട്ടോ. അങ്ങ് അകലെ നമുക്കൊരു ബെൽ ടവർ കാണാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ 2 ഗേറ്റ്സ് ആണുള്ളത്, ഒരു എൻട്രി ഗേറ്റ് അല്ലെങ്കിൽ മറ്റൊന്ന് എക്സിറ്റ് ഗേറ്റ്, പയൽ ഗേറ്റ്. അതുപോലെ തന്നെ ഇവിടെ ഒരു ഫേമസ് ആയിട്ടുള്ളൊരു ചർച്ചുണ്ട്. എനിക്കൊന്ന് ആ ചർച്ചിൻ്റെ ബെൽ ടവറാണെന്ന് തോന്നുന്നു അങ്ങ് അകലെ കാണുന്നത് കേട്ടോ. അപ്പോൾ അത് നമ്മുടെ 2ാമത്തെ അട്രാക്ഷനായിരുന്നു. അപ്പോൾ ബൈ ഡിഫോൾട്ടായിട്ട് നമ്മൾ അവിടെ വന്നിരിക്കുകയാണ് കേട്ടോ. അതായത് സിറ്റി വോൾസ് എന്ന് പറയുന്നത് ഇതിന് ചുറ്റുമുള്ള വോൾസാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാനായിട്ടൊരു റെസ്റ്റോറൻറ്റ് കണ്ടുപിടിച്ചു കേട്ടോ. പിസയാണ്.